ഇപ്പൊ ആളുടെ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഐൻസ്റ്റീന്റെ കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോ എന്ത് ഡിഫറൻസ് ആണ് കാണുന്നത്? അല്ല, ന്യൂട്ടൺ ഐൻസ്റ്റീൻ്റെ അത്ര വരില്ല, അത്ര റെവല്യൂഷണറി കണ്ടിട്ടൊന്നുമില്ല. അയാളും more ഡിസബിലിറ്റി കാരണം അത്ര ഫേമസ് ആയത്. പക്ഷെ അയാളുടെ തിയറീസ് ഉണ്ട്, വേം മോഡൽ അയാളുടെയാണ്. പക്ഷെ അതാണ് തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷനേ ഉള്ളൂ. എംപിറിക്കൽ എവിഡൻസ് വന്നിട്ടില്ല. അതായത് ഒരു പോയിന്റിന് വേറെ പോയിന്റിലേക്ക് കൺടൈൻ ആണ് വേം മോഡൽ. പക്ഷെ അങ്ങനെ എംപിറിക്കൽ എവിഡൻസ് കിട്ടിയിട്ടില്ല. സയൻസിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ഹോക്കിങ്ങിന് ഒരിക്കലും നൊബേൽ പ്രൈസ് കിട്ടില്ല, കാരണം ഇപ്പൊ മരിച്ചുകൊണ്ട് കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇതിന് എംപിറിക്കൽ എവിഡൻസ് വേണം. തിയറി ഫിസിക്സിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം അവർ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണം, അവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യില്ല. ഇപ്പൊ എല്ലാവരും വേഗം ഐൻസ്റ്റീനിൽ ഒറ്റ എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഐൻസ്റ്റീൻ എന്തുകൊണ്ട് നൊബേൽ പ്രൈസ് കിട്ടി പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ച തിയറീസിന് നേരത്തെ എംപിറിക്കൽ എവിഡൻസ് തിയറീസിന് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടാണ് പുള്ളി കിട്ടിയത്. ഇപ്പൊ വോം ഹോളിനെ പറ്റി പറഞ്ഞാലോ, ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ട് പോകണം, അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? ലൈക്ക് എന്താണ് ആ തിയറി? യൂണിവേഴ്സിന്റെ ഒരു പോയിന്റ്, ഒരു ജിയോഡിസിക്കൽ പറയും, രണ്ട് ഡിസ്റ്റിങ് പോയിന്റിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയും. ഷോർട്ടസ്റ്റ് പാത്ത് ആണ് വേം മോഡൽ. ഒരു പോയിന്റിന് വേറെ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ അത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൂ, ഇതുവരെ എവിഡൻസും കിട്ടിയിട്ടില്ല. ഇവിടെ സയൻസിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പൊ ഫിലോസഫി, ലോജിക്, മാത്സിൽ എംപിറിക്കൽ എവിഡൻസ് വേണ്ട. ഈ സയൻസിൽ എംപിറിക്കൽ എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യമില്ല. സയൻസ്, മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്ത് ഗലീലിയോ ആണ്. അതായത് എവിഡൻസും എക്സ്പെരിമെന്റ് എംപിറിക്കലും മാത്സും ആഡ് ചെയ്യും. പണ്ട് അരിസ്റ്റോട്ടലിന്റെ കാലത്ത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസും എക്സ്പീരിയൻസും ആണ്. അത് ഗലീലിയോ വന്നോടെ മാറി. ഇപ്പോൾ തിയറി പറഞ്ഞുകൊണ്ട് സയൻസിന്റെ ലാംഗ്വേജ് പറയുന്നത് മാത്സ് ആണ്. മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യണം. മാത്തമാറ്റിക്കലി നമുക്ക് പ്രിഡിക്ട് ചെയ്യാനേ പറ്റുള്ളൂ. അത് അംഗീകരിക്കുന്ന എവിഡൻസ് വേണം. ഇപ്പൊ ഐൻസ്റ്റീന്റെ ഗ്രാവിറ്റേഷൻ പോലെ 100 വർഷം കഴിഞ്ഞാൽ എവിഡൻസ് കിട്ടിയത്. അത് ഫിലോസഫിയിൽ തിയറി ഉണ്ടാക്കാൻ എളുപ്പമാണ്, സയൻസിൽ ഉണ്ടാക്കാൻ എളുപ്പമല്ല. ആണ് എംപിറിക്കൽ എവിഡൻസ് ഇല്ലാത്ത എളുപ്പമല്ല. ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത പാർട്ടിക്കൽ ഫിസിക്സ് ആണ്, കുറെ കണക്കുണ്ട്. പക്ഷെ കഴിഞ്ഞ 100 വർഷമായിട്ട് ഫിസിക്സില് ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റി ശേഷം ഒരു എവല്യൂഷൻ കണ്ടുപിടുത്തിട്ടായിട്ടില്ല. ഈ കോസ്മോളജിയും ആസ്ട്രോണമിയും ഇത് രണ്ട് പാർട്ടാണല്ലോ, അതിന്റെ മെയിൻ ഡിഫറൻസും? ആസ്ട്രോണമി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്യുപ്മെന്റ്സ് വെച്ച് പ്യൂർലി എംപിറിക്കൽ ആണ്, എക്സ്പെരിമെന്റ് ആണ്. കോസ്മോളജി ആണ് ഒറിജിൻ, എവല്യൂഷൻ ആണ്, കുറച്ച് തിയറിറ്റിക്കൽ ആണ്. ആസ്ട്രോഫിസിക്സ് പറഞ്ഞാൽ കുറച്ച് തിയറിറ്റിക്കൽ ആണ്. ആസ്ട്രോണമി പ്യൂർലി പ്രാക്ടിക്കൽ ആണ്. കോസ്മോളജി, ആസ്ട്രോഫിസിക്സ് ആണ് തിയറിറ്റിക്കൽ ആണ്. കുറച്ചും കൂടെ എക്സാമ്പിൾ വെച്ചിട്ടും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇപ്പൊ ആസ്ട്രോണമി ആണ് നമ്മൾ ടെലിസ്കോപ്പ് ഉപയോഗിക്കുക. അപ്പൊ ഗലീലിയോ ടെലിസ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. ടെലിസ്കോപ്പ് അങ്ങനെ പല എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് യൂണിവേഴ്സിൽ നമ്മളെ സ്പേസിനെ ഒബ്സർവ് ചെയ്യാം, പല എക്യുപ്മെന്റ്സ് വെച്ച്. കോസ്മോളജി ആണ് അങ്ങനെയല്ല, അവിടെ മാത്തമാറ്റിക്കലായിട്ടും അവിടെ എക്സ്പെരിമെന്റ്, അങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യുന്നില്ല. ആസ്ട്രോഫിസിക്സ് ഇതേപോലെയാണ്, പ്യൂർലി അതിന്റെ ഫിസിക്സ് സ്റ്റേറ്റ് അവിടെയാണ്. അതിൽ എംപിറിക്കലായിട്ടൊന്നുമില്ല. ആസ്ട്രോണമി ആണ്, അത് യാതൊരു തിയറി ഇല്ല, പ്യൂർലി എക്സ്പെരിമെന്റ് ആണ്. ഒന്ന് തിയറിറ്റിക്കൽ ആണ്, മറ്റേത് എക്സ്പെരിമെന്റിലാണ്. പക്ഷെ ആസ്ട്രോഫിസിക്സ് ചെയ്യുമ്പോൾ രണ്ടും ഉണ്ട്. കോസ്മോളജിയുടെ പഴയ പേര് കോസ്മോഗണി എന്നായിരുന്നു. പക്ഷെ കോസ്മോളജിയിൽ നമ്മൾ അറിഞ്ഞ പണ്ട് മുതലേ ഈ ആസ്ട്രോണമി, മാത്സിന്റെ കണ്ടുപിടുത്തം ഇന്ത്യയിലെ ഉണ്ട്. ഇന്ത്യയിൽ പണ്ട് പല സയന്റിസ്റ്റ് ആൾക്കാർ പറഞ്ഞാണ്. ഇന്ത്യയിൽ 8th സെഞ്ചുറി വരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞാൽ ശങ്കരാചാര്യയുടെ ഐഡിയലിസ്റ്റിക് ഫിലോസഫി, സ്പിരിച്വൽ ഇത് വന്നപ്പോഴാണ് പോയത്. യൂറോപ്പിൽ വന്നത് 4 സെഞ്ചുറി ആയിട്ട് ന്യൂട്ടന്റെ മെക്കാനിക്സും ഉണ്ട്. ഇന്ത്യയിലെ വളരെ അഡ്വാൻസ്ഡ് അതിനുണ്ട്. ഇവിടെ നളന്ദ തക്ഷിയാണ്, അവിടെ എന്തൊക്കെ ഫൈൻഡിങ്സ് പഠിച്ചത് എല്ലാ മുസ്ലിം യൂണിവേഴ്സിറ്റികളും കത്തിച്ച് കളഞ്ഞു. ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസ് അക്കാഡമിക്കലിയും ഗുഡാണ്, ഈ ക്രിയേറ്റീവ്ലിയും ഗുഡാണ്. ഇപ്പൊ നമ്മുടെ അമേരിക്കയിൽ മറ്റും നോക്കിയാൽ അവിടെ ടോപ്പ് ആൾക്കാരെല്ലാം ഇന്ത്യൻസ് ആണ്. ഇന്ത്യൻസ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പോകണം, നമുക്ക് പണമില്ല, മണിയില്ല റിസർച്ച് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആൾക്കാർ ഇന്ത്യൻസ് തന്നെയാണ്.